ഞാൻ മൈക്ക് തല്ലി പൊളിക്കും പറഞ്ഞേക്കാം. ഒരു തൊലിഞ്ഞ പടം കൊണ്ട് എന്താ അപരാധമായി പറയുന്നത്. അവരുടെ ആക്ടിങ് വൈസ് നോക്കിയാണ്, പക്ഷെ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത ഡാർക്ക് കോമഡി നോക്കിയതാണ്. പക്ഷേ വിനായകൻ മറ്റേ ആടിന്റെ മറ്റേ ഡൂഡാണ് പിടിച്ചേക്കണത്. ഡൂഡ് അതാണ് പിടിച്ചേക്കണത്, വേറെ ഒന്നുമല്ല. ഒരു പക 10-30 വർഷത്തെ പക കൊണ്ടുപോകുന്നു, മരണം വരെ കൊണ്ടുപോകുന്നു, പിന്നെ മക്കളായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ശോകമാണ്. ഭയങ്കര ബോറാണ്. കോമഡി ഒന്നുമില്ല. കോമഡി ഭയങ്കരമാണ് പടം. എങ്ങനെയുണ്ട് പടം? ഞാൻ മൈക്ക് തല്ലി പൊളിക്കും പറഞ്ഞേക്കാം. ഒരു തൊലിഞ്ഞ പടം കൊണ്ട് പടവാ ഇഷ്ടപ്പെട്ടു. ഞാൻ തെറി വിളിക്കാറില്ല പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഈ പടം എങ്ങനെയാണോ. അല്ലെങ്കിൽ ഈ പടമൊന്നും അല്ല ബ്രോ, ഇത് പടം മറ്റേ ഈ നമ്മൾ ടിക്ടോക്കിലും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീലില്ലേ, അതുപോലത്തെ സാധനം. ഈ സുരാജ് ഞാറുമൂടൊക്കെ ഇതിനൊക്കെ തല വെച്ച് കൊടുത്തുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ്. സംവിധാന മികവൊക്കെ എങ്ങനെയുണ്ട്? സംവിധാന മികവെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മികവാണ്. അഭിനയം നന്നായിട്ടുണ്ട്. ഞാൻ കുറച്ച് വൃത്തിയായിട്ട് ആയിട്ടുണ്ട് പുള്ളി, കുഴപ്പമില്ല. വിനായകൻ ചൂടായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. ജൂഡ് ആന്റണിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല സിനിമ കേട്ടോ. പക്ഷെ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് കാണണം. ഇതിന് സെക്കൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതിനുണ്ടോ? ഞാൻ സത്യം വെയിറ്റ് ചെയ്യാം. കാരണം ഇതിപ്പം 2024 ഇതല്ലേ, എനിക്ക് ഇനി അനുഭവിക്കണം. കാരണം ഇത് എന്നെ പറഞ്ഞാൽ മതി, ഈ തൊലിഞ്ഞ പടം വന്ന് കണ്ടതിന് എന്നെ പറഞ്ഞ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വേറെ ഉണ്ടോ? ഞാൻ പറയാം, ഞാൻ സാറിന് പൊതുവെ ചീത്ത വിളിക്കാറില്ല. തെക്ക് വടക്ക് എന്നുള്ള ടൈറ്റിൽ ഉണ്ടല്ലോ, ഈ പ്രൊഡ്യൂസർ തെക്ക് വടക്ക് ഓടും അതോ കിഴക്ക് പടിഞ്ഞാറ്? അല്ല, എന്തിനാ തെക്ക് വടക്ക് ഉദ്ദേശിക്കുന്നത്? ഇവർ രണ്ടുപേരും ചത്ത് കിടക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കി കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതാ ഉദ്ദേശിക്കുന്നത്. തെക്ക് വടക്ക് പ്രൊഡ്യൂസറിന്റെ അവസ്ഥ എന്താവും? കഷ്ടമാണ്. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കാശ് കിട്ടാൻ വേണ്ടി. അതെ, നമുക്കുണ്ടെങ്കിൽ അതൊക്കെ പറ്റും. അതുപോലെ ടിക്ടോക്ക് സംവിധാനം ചെയ്യുന്ന ആളാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ സുരാജ് വെഞ്ഞാറമൂടും നമ്മുടെ വിനായകൻ രണ്ടുപേരുടെയും ലുക്കൊക്കെ കൊള്ളാം. ഇടയ്ക്ക് ചെറിയ കോമഡിയൊക്കെ സുരാജ് അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാം. ഈ സിനിമ മൊത്തം കണ്ടിറങ്ങുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക പുരസ്കാരങ്ങളോ സമ്മാനങ്ങളോ? തീർച്ചയായിട്ടും തിയേറ്ററുകാർ കൊടുക്കേണ്ടതാണ് അത്. കാരണം ഇത്ര നേരം സഹിച്ചിരുന്ന് കണ്ടതിന്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർ എന്തെങ്കിലും ഈ കണ്ടവർക്ക് കൊടുക്കേണ്ടി വരും. എത്ര സ്ക്രീനുകൾ ഉണ്ടാവും ഈ സിനിമ? ഏതാണ്ട് 300 സ്ക്രീനിലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. എത്ര രൂപയെങ്കിലും മിനിമം എത്ര കോടിയെങ്കിലും പ്രൊഡ്യൂസറിന് കിട്ടുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞ മിക്കവാറും ഈ തെക്ക് വടക്ക് മാത്രം ഓടിയാലൊന്നും പ്രൊഡ്യൂസറൊന്നും കിട്ടത്തില്ല. കിഴക്കും പടിഞ്ഞാറിന് ഏതെങ്കിലും വേറൊരു ദിശയുണ്ടെങ്കിൽ ആ ദിശയിൽ കൂടെ ഓടേണ്ടി വരും. താങ്കൾ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞു തെക്ക് വടക്ക് നല്ല സിനിമയുടെ പേരെങ്കിൽ താങ്കൾ എന്ത് പേരിടും? ആ പേരിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റത്തില്ല. സിനിമ ഈ പറഞ്ഞ എന്താണ് സിനിമ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല നമുക്ക്. എന്താ അപരാധമായി പറയുന്നത്. ചുമ്മാ വന്ന് പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ശോകമായി പോയി സിനിമ. അല്ല, കയറിയിരിക്കുമ്പോൾ നമ്മുടെ ബോധം പൊക്കോളും, പിന്നെ അവ കാണുന്ന മൊത്തം അബോധാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പർ സിനിമ. അപരാധം